ഗ്രീഷ്മയെ അഡീഷണൽ ജില്ലാ ജഡ്ജി ബഷീർ തൂക്കം വിധിച്ചപ്പോഴാണ് തൂക്കിക്കൊലയെപ്പറ്റി നമ്മൾ ചിന്തിക്കുക. കേരളത്തിലെ ഇന്ന് വരെ സ്ത്രീകളെ തൂക്കം വിധിച്ചെങ്കിലും ആരെയും തൂക്കിക്കൊന്നിട്ടില്ല. ഇതേ കോടതി തന്നെ നേരത്തെ ഒരു ലേഡിയെ തൂക്കം വിധിച്ചു, അവരുടെ മകൻ്റെ കൂട്ടുകാരനെ. അങ്ങനൊരു സംഭവം ഉണ്ടായി. ഇപ്പോൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഗ്രീഷ്മയെ തൂക്കം വിധിച്ചിരിക്കുന്നു. റയറസ്റ്റ് ഓഫ് റയർ കേസ് എന്ന് അദ്ദേഹം പറഞ്ഞു. മരണം വരെ തൂക്കാനായിട്ട് വിധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും അവസാനം ഒരു ലേഡിയെ തൂക്കിക്കൊന്നത് 1955 തീഹാർ ജയിലിൽ രത്തൻബായി എന്ന സ്ത്രീയാണ് തൂക്കിക്കൊന്നത്. അവരുടെ ഭർത്താവ് അവർ നടത്തിയ സ്ഥാപനത്തിലെ 3 സ്ത്രീകൾക്ക് ഭർത്താവുമായിട്ട് ബന്ധമുണ്ടെന്ന് സംശയിച്ച് ആ 3 സ്ത്രീകളെയും വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു. 1955 തീഹാർ ജയിലിൽ അവരെ തൂക്കിക്കൊന്നു. അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയിലെ സ്ത്രീകളെ തൂക്കിക്കൊന്നിട്ടില്ല. കേരളത്തിൽ 2 പേര് തൂക്കുകയർ പ്രതീക്ഷിച്ച് കിടക്കുന്നു. ഏറ്റവും അവസാനം നമ്മൾ കഴിഞ്ഞ ദിവസം തൂക്കം വിധിച്ച ഗ്രീഷ്മയാണ്. കേരളത്തിലെ ഏറ്റവും അവസാനം തൂക്കിക്കൊന്നത് കണ്ണൂർ ജയിലിലാണ്. അത് റിപ്പർ ചന്ദ്രനെയാണ്. റിപ്പർ എന്നുള്ള പേര് കേൾക്കുമ്പോഴേ അറിയാം, തലക്കടിച്ച് കൊല്ലുന്ന ആൾക്കാരെയാണ് റിപ്പർ എന്ന് പൊതുവെ പറയുന്നത്. റിപ്പറിൻ്റെ കേരളത്തിലെ ചരിത്രത്തിലെ ആദ്യത്തെ കേസ് ഞാൻ ആദ്യമായി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ ജോലി നോക്കി വന്ന സന്ദർഭത്തിലാണ് ആദ്യത്തെ റിപ്പറിനെ പറ്റി ഒരു വിവരം ലഭിക്കുന്നത്. അതിനുശേഷമാണ് റിപ്പർ ചന്ദ്രനും അതുപോലെ റിപ്പർ എന്ന് പേരുള്ള ധാരാളം ആൾക്കാരെ പറ്റി നമ്മൾ കേൾക്കുന്നത് തന്നെ. റിപ്പർ ചന്ദ്രനെ 1991 ജൂലൈ 6 തൂക്കിലേറ്റിയത്. നീലേശ്വരം കരിന്തളം സ്വദേശിയ മുതുകുറ്റി ചന്ദ്രൻ എന്നാണ് ആ റിപ്പർ ചന്ദ്രനെ അറിയപ്പെടുന്നത്. അയാളെയാണ് തൂക്കിലേറ്റിയത്. അന്ന് തൂക്കാനായിട്ട് വിധിച്ചെങ്കിലും കേരളത്തിൽ ആരാച്ചാറില്ല. കേരളത്തിൽ ആ ജോലിക്ക് ആളില്ല. ഏതായാലും ജില്ലാ ജഡ്ജി റിപ്പർ ചന്ദ്രനെ മരണം വരെ തൂക്കിലേറ്റണമെന്ന് വിധിച്ചു. ആ വിധി റിപ്പർ ചന്ദ്രൻ ഹൈക്കോടതി നോക്കി. ഹൈക്കോടതി ആ വിധി ശരിവെച്ചു. തൂക്കയറിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റിപ്പർ ചന്ദ്രൻ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിയിലും ആ തൂക്ക് വിധി ശരിവെച്ചു. പിന്നെ രക്ഷയില്ല. ഇന്ത്യൻ പ്രസിഡന്റ് ദയാഹർജി കൊടുത്തു. ദയാഹർജിയും തള്ളി. ഇനി റിപ്പർ ചന്ദ്രന് മറ്റ് മാർഗങ്ങളൊന്നുമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിലെ തൂക്കുകയറ് വിധിച്ചു കിടക്കുന്ന റിപ്പർ ചന്ദ്രന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ചുമതലക്കാരൻ ജയിൽ സൂപ്രണ്ട് തന്നെയാണ്. ജില്ലാ കോടതിയിൽ നിന്ന് തൂക്കുകയറിന് വിധിച്ച ഒരാളെ ജയിലിലേക്ക് ബ്ലാക്ക് വാറണ്ട്, മരണ വാറണ്ട് ഉപയോഗിച്ചിട്ട് കൊടുത്താണ് അയക്കപ്പെടുന്നത് തന്നെ. അയാളെ മരണം വരെ തൂക്കിലേറ്റ ചുമതല ജയിൽ സൂപ്രണ്ടിന് തന്നെയാണ്. പക്ഷെ കേരളത്തിൽ ആരാച്ചാറില്ല. ആ ജോലിക്ക് ആളില്ലാതെ വന്നപ്പം ജയിൽ സൂപ്രണ്ട് തന്നെ അയാളെ തൂക്കേണ്ടി വന്നു. കാരണം മരണ വാറണ്ട്, ബ്ലാക്ക് വാറണ്ട് ജയിൽ സൂപ്രണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ ആ വിധി നടപ്പാക്കേണ്ട ചുമതല അയാൾക്കാണ്. അത് നടപ്പാക്കിയിട്ട് ആ വിവരം ജില്ലാ കോടതിയെ അറിയിക്കുകയും ചെയ്യണം. ഏതായാലും കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ അതിനിഷ്ഠൂരമായ ക്രൂരമായ 14 കൊലപാതകങ്ങളാണ് റിപ്പർ ചന്ദ്രൻ ചെയ്തത്. അത് കൂടുതൽ പലയിടത്തും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇയാളെ ആ കേസിലൊന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ തന്നെ കാസർഗോഡ് ജില്ലയിലെ കർണാടകയിലെ ജില്ലയിലെ താമസക്കാരൻ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കർണാടക ജില്ലയിലെ ശിവമൊഗ്ഗ എന്ന സ്ഥലത്തു നിന്നാണ് പിടികൂടിയത്. ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ 3 ജില്ലകളാണ് വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ചന്ദ്രന് മനസ്സിലായി താൻ തൂക്കിലേറ്റപ്പെടുന്നു, വേറെ മോചനമില്ല എന്ന്. തലയ്ക്കടിച്ചാണ് കൊല്ലുന്നത്. അയാള് ചുറ്റി കൊണ്ട് തലയ്ക്കടിക്കും.
അതിക്രൂരമായി ഒരു കൊലപാതകം ചെയ്യുന്നത് ആ അമ്മയുടെ മകൻ കണ്ടു. അങ്ങനെയാണ് റിപ്പർ ചന്ദ്രനെ പറ്റി ഒരാൾ കൊല്ലുന്നയാളെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഇയാളെ ട്രേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആ ദൃക്സാക്ഷിയാണ് ഈ കേസിന് തെളിവുണ്ടാക്കിയത്. സ്വതന്ത്ര ഇന്ത്യയിലെ 1955 തീഹാർ ജയിലിലെ ഒരു തൂക്കിക്കൊലയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ തൂക്കിക്കൊലയ്ക്ക് ശേഷം, പൊതുവെ തൂക്കിക്കൊലയോട് ഇന്ത്യയിലെ കോടതികളും അതുപോലെ ജുഡീഷ്യറിയും ഒക്കെ അതിനോട് അത്ര അനുകൂലമല്ലെങ്കിലും അതിക്രൂരമായ ബ്രൂട്ടലായ കൊലപാതകങ്ങൾക്ക് വേറെ ശിക്ഷയില്ല. ഈ 14 കൊലപാതകങ്ങൾ നടത്തിയ ഇയാളെ 14 തൂക്കുകയറെങ്കിലും കൊടുക്കേണ്ടി വരും. എന്തായാലും ആ തൂക്ക് കേരളത്തിൽ നടപ്പാക്കി. അതിനു മുമ്പ് 1974 91 ജൂലൈ 6 റിപ്പർ ചന്ദ്രനെ തൂക്കി. അതേ സമയത്ത് 1974 തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഒരാളെ തൂക്കിക്കൊന്നിട്ടുണ്ട്. അയാൾ അഴകേശൻ എന്ന് പറഞ്ഞ ആൾ തമിഴ്നാട്ടുകാരനാണ്. അതിനുശേഷം തിരുവനന്തപുരത്ത് ആരെയും തൂക്കിലേറ്റിയിട്ടില്ല. സെൻട്രൽ ജയിലിൽ ഇന്നും 2 പേരെ തൂക്കാനുള്ള സൗകര്യം ഇന്നും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലുണ്ട്. ഒരേ സമയം 2 പേരെ തൂക്കാം. അവിടെ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു കൊലപാതക നിർഭയ കേസ്, അതിനകത്ത് 4 പേരെയാണ് തൂക്കിക്കൊന്നത്. അവരും ദയാഹർജി വരെ കൊടുത്തു, അതെല്ലാം തള്ളി. വളരെ ബ്രൂട്ടലായ മർഡറായിരുന്നു നിർഭയ ചെയ്തത്. പവൻ ഗുപ്തയും മുകേഷ് സിംഗും അക്ഷയ് ഠാക്കൂറും വിനയ ശർമ്മ 4 പേരെ തൂക്കിക്കൊന്നു. അതിലൊരാൾ നേരത്തെ ജയിലിൽ വെച്ച് ആ തൂക്കിക്കൊല സ്വയം നടപ്പാക്കി അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇതിനകത്തൊരു മൈനർ ബോയ് ഉണ്ടായിരുന്നു. അത് മൈനർ ആയതുകൊണ്ട് അയാളെ 3 വർഷം കഴിഞ്ഞപ്പം വിട്ടയച്ചു. വെള്ളിയാഴ്ച രാവിലെ 5:30 മണിക്കായിരുന്നു ഈ 4 പേര് തീഹാർ ജയിലിൽ തൂക്കിക്കൊന്നത്. ആ തൂക്കിക്കൊല്ലുന്ന സമയമായപ്പം, വെളുപ്പിന് 5:30 മണിയായപ്പം ഒരാൾ തൂക്കുകയറിലേക്ക് പോകാൻ വിസമ്മതിച്ച് ബലം പ്രയോഗിച്ച് അവരെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ജീവന് വേണ്ടി കേണപേക്ഷിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, കൊലപാതകങ്ങളും ഇതുപോലെ ബ്രൂട്ടൽ മർഡർ ചെയ്യുമ്പോഴും ഇതൊന്നും ആലോചനയില്ല, അതൊന്നും മനസ്സിലേക്ക് കയറുന്നില്ല. അതേസമയത്ത് തൂക്കുകയറിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വേറെ നിവൃത്തിയില്ല, നിയമം നടപ്പാക്കിയേ പറ്റൂ, നടപ്പാക്കും. ഏതാനും നിമിഷങ്ങൾക്ക് ഇനി നമുക്ക് ജീവനുള്ളൂ എന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് നിർഭയ കേസിലെ ഒരു പ്രതി തൂക്കുകയർ കണ്ട് പേടിച്ച് അയാളെ ആ വാർഡനെ കെട്ടിപ്പിടിച്ച് കാലി പിടിച്ചു. അതുകൊണ്ടൊന്നും യാതൊരു രക്ഷയില്ല എന്ന് നമുക്കറിയാം, അയാൾക്കും അറിയാം. പക്ഷേ ജീവന് വേണ്ടി കേഴാണ് ആ സമയത്ത്. ആ 4 പേരെ തൂക്കിക്കൊന്നതിന് തിഹാർ ജയിലിലെ ആരാച്ചാർ 8 തവണ ഈ ജയിലിലെ ഡമ്മി പരീക്ഷണം നടത്തി. കാരണം ഓരോരുത്തരുടെ തൂക്കത്തിനനുസരിച്ചുള്ള കയറാണ് അവർ പിരിച്ചുണ്ടാക്കുന്നത്. അത് UP-യിലെ ഒരു പ്രത്യേക ജയിലിലാണ് അത് പിരിച്ചുണ്ടാക്കുന്നത്. ആ കയറ് ഒരാളുടെ വെയിറ്റ് എത്ര 80 കിലോ ഉണ്ടെങ്കിൽ 80 കിലോ അല്ലെങ്കിൽ 160 കിലോ അല്ലെങ്കിൽ 120 കിലോ താങ്ങി നിർത്തുന്ന കയറാണ്. അതൊരു തരണത്തിലും പൊട്ടി വീഴാൻ പാടില്ല. അതുകൊണ്ട് ഡമ്മി പരീക്ഷണം ഈ 4 പേരെ തൂക്കുന്നതിന് മുമ്പ് 8 പ്രാവശ്യം ഓരോ ആൾക്കാരുടെയും തൂക്കമനുസരിച്ചുള്ള കയറാണോ എന്ന് പരീക്ഷണം നടത്തിയിട്ടാണ് തൂക്കിക്കൊന്നത്. ഇന്ത്യയുടെ തൂക്കൽ ചരിത്രത്തിലെ ഇന്ദിരാഗാന്ധിയെ വധിച്ച നമുക്കറിയാം, കേഹാർ സിംഗിനെ തൂക്കിക്കൊന്നു ഡൽഹിയിലെ തീഹാർ ജയിലിൽ വെച്ച് തന്നെ. അതുപോലെ തന്നെ പാർലമെന്റ് അക്രമത്തിൽ പലരെയും കൊലപ്പെടുത്തിയ കേസിനകത്ത് യാക്കൂബ് മേമനെയും തൂക്കിക്കൊന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ. അപ്പോൾ തൂക്കിക്കൊലയോട് പൊതുവെ ജുഡീഷ്യറിയും അതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരും എതിരാണെങ്കിലും വളരെ റെയറായിട്ട് തൂക്കിക്കൊല നടപ്പാക്കുന്നുണ്ട്. ഇന്ത്യയിലും വളരെ റെയറായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ. അതുകൊണ്ട് റെയറസ്റ്റ് ഓഫ് റെയർ കേസിൽ മാത്രമേ
തൂക്കിക്കൊല പാടുള്ളൂ എന്ന് 5 അംഗ സുപ്രീം കോടതി ബെഞ്ചിൻ്റെ ചില ഡയറക്ഷൻസും റിട്ടേൺ ഓർഡേഴ്സും ഉണ്ട്. അങ്ങനെയുള്ളത് മാത്രമേ നടപ്പാക്കാൻ കഴിയുള്ളൂ. അവർ അപ്പീൽ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈ കാര്യങ്ങൾ പറയും, റെയറസ്റ്റ് ഓഫ് റെയർ കേസ് അല്ല ഇത് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ മരണം വരെ അവർക്ക് ജയിലിൽ ജീവിക്കാനെങ്കിലും അവസരം ലഭിക്കും. അതുകൊണ്ട് കൊലപാതകം ചെയ്യുന്നവരും ഇതുപോലെ ബ്രൂട്ടലായിട്ട് മറ്റാൾക്കാരെ കൊല്ലുന്നതും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. തൂക്കുകയറാണ് ആ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. ജയിൽ ജീവിതം തീർച്ചയായിട്ടും തൂക്കുകയറ് പോലെ തന്നെ, അപ്പുറത്ത് നമ്മുടെ ജീവൻ എടുത്തുകൊണ്ട് പോകുന്ന പോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ നമുക്ക് നടക്കാൻ കഴിയില്ല. നമുക്ക് ജയിലിൽ തന്നെ ശിഷ്ടജീവിതം കഴിക്കേണ്ടിയും വരും. ഇതെല്ലാവരും മനസ്സിലാക്കണം. എല്ലാ സഡനായിട്ട് കോപം വരുന്നവർ, പെട്ടെന്ന് അക്രമിയായി മാറുന്നവർ, മറ്റുള്ളവരെ അരിശം തീരുന്നവർ വെട്ടിക്കൊല്ലുന്ന ചരിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം ചിന്തയോട് മാത്രമേ ഒരു പ്രവൃത്തി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതിൽ നിന്ന് പിന്മാറുന്നത് ഉചിതം. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം. വൈരാഗ്യത്തോടെ ഒരാളെ കൊല്ലാൻ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങൾക്ക് തൂക്കുകയർ മുന്നിലുണ്ട് എന്ന് കരുതിക്കോണം.